ഫസൽ വധക്കേസിലെ പ്രതികളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും CPM സ്ഥാനാർത്ഥികളാക്കിയതു മുതൽ ശക്തമായ വിമർശവുമായി UDF രംഗത്തെത്തിയിരുന്നു. ഇരുവരും സുരക്ഷിതമായ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഇതിനു പുറമെ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ 5ാം പ്രതിയായ K പ്രകാശിന്റെ ആന്തൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയായിരുന്നു. ഈ വിഷയം കണ്ണൂർ ജില്ലയിൽ മുഖ്യ പ്രചാരണായുധമാക്കാനാണ് UDFന്റെ തീരുമാനം. ഇതിലൂടെ നിഷ്പക്ഷ വോട്ടർമാരെ കയ്യിലെടുക്കാൻ സാധിക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. നിരവധി ആളുകൾ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെ CPMന് ഒരു പുനർചിന്തനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നതാണ് കതിരൂർ മനോജ് കേസിലെ പ്രതികളെ ആദ്യം തീരുമാനിക്കുകയും പിന്നീട് വിഡ്രോ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചന മൂലം പ്രതികളായവരെ മത്സരിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന വാദമാണ് LDF ഉയർത്തുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നീതി കൊടുക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. അവരുടെ മനസ്സ് ചന്ദ്രശേഖരന്റെ കൂടിയാണ്. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച നേതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞാണ് ഇടതുപക്ഷം UDF ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നത്. ആന്തൂർ നഗരസഭയിലെ 14 വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രചാരണായുധമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷം. മീഡിയ 1 കണ്ണൂർ.